ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെൽമെറ്റിൻ്റെ പുറകിൽ ബ്ലിങ്ക് ചെയ്യുന്ന LED ലൈറ്റ് വെച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന മുടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ബലൂണിനകത്തും എടുക്കുന്ന മുടികളായിരുന്നു. അപ്പോൾ ആ മുടികൾ എല്ലാവരും കാണത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സെയിം ഒരു ബ്ലിങ്കിങ് മുടികൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതായത് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഒരു മുടികൾ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊരു ചെറിയ മുടികളാണ്, 3 വോൾട്ട് ബാറ്ററി പ്രവർത്തിക്കുന്ന ചെറിയൊരു മുടികൾ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം കൂടി ഞാൻ ഇതിലൂടെ ചേർത്തേക്കാം. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇലക്ട്രോണിക്സ് എനിക്ക് വലിയ അറിയത്തില്ല, ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചൊന്നുമല്ല, പക്ഷേ ഇത് കണ്ടും കേട്ടുമൊക്കെ നമ്മളങ്ങ് ചെയ്യുവാന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്നും ഉണ്ടാക്കുന്ന കണ്ടിട്ട് വരാം. നമുക്ക് LED ഫ്ലാഷ് ഉണ്ടാക്കിയെടുക്കാനുള്ള കമ്പോണൻസിനെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് BC 547 എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്റർ വേണം. അതുകൊണ്ട് തന്നെ 557 എന്ന് പറഞ്ഞൊരു PNP ട്രാൻസിസ്റ്റർ ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ട 47 മൈക്രോഫാരഡിന്റെ 25 വോൾട്ട് വരുന്നൊരു കപ്പാസിറ്ററാണ്. പിന്നെ നമുക്കൊരു 1 മെഗാ ക്വാർട്ടർ വാട്ട് റെസിസ്റ്ററോടെ വേണം. അവസാനമായിട്ട് ഇതുകൊണ്ട് ഒരു LED ബൾബ് വേണം. ആ LED ബൾബിന്റെ കളർ നിങ്ങളുടെ ഇഷ്ടമാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ട്രാൻസിസ്റ്ററിന്റെ ലെഗുകൾ പരിചയപ്പെടാം. ഈ ട്രാൻസിസ്റ്റർ തിരിച്ചു വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ഡോട്ട് കാണാം. ആ ഡോട്ട് പുറകിൽ വരുന്ന രീതിയിൽ നേരെ പിടിച്ചിട്ട് നമുക്ക് ഇട സൈഡിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഇട സൈഡിൽ നിന്ന് ആദ്യം കാണുന്ന ലെഗാണ് ഇതിൻ്റെ കളക്ടർ. അത് കഴിഞ്ഞിട്ട് സെൻട്രലായിട്ട് വരുന്ന ബേസ്, അത് കഴിഞ്ഞ് വല സൈഡിലേക്ക് കാണുന്ന എമിറ്റർ. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്ററിൻ്റെ ലെഗുകൾ വരുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ 547 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്നും 557 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 557 ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലോട്ട് നമുക്ക് ഈ റെസിസ്റ്റർ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ അടുത്ത ലെഗ് BC 547 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് കൊണ്ടുവന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പാസിറ്ററോട് 457 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് കണക്ട് ചെയ്യാം. ബേസിലോട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് കണക്ട് ചെയ്യുന്നത് ആദ്യം. ആൻഡ് ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ കപ്പാസിറ്ററിൻ്റെ ഇതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവ് എഴുതി വെച്ചേക്കും. ഇതുകൊണ്ട് നെഗറ്റീവ് എഴുതി വെച്ച ലെഗ് നമുക്ക് ഇതിൻ്റെ ബേസിലോട്ട് കണക്ട് ചെയ്യാം. ഇനി കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗ് നമുക്ക് 557 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് LED കണക്ഷൻ കൊടുക്കാം. LED നെഗറ്റീവ് കണക്ഷൻ നമുക്ക് ഈ BC 547 എന്ന് പറഞ്ഞ കളക്ടറിൻ്റെ എമിറ്ററിലോട്ട് കണക്ട് ചെയ്യാം. ഈ LED കണക്ഷനകത്ത് നെഗറ്റീവും പോസിറ്റീവും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ LED അകത്തോട്ട് നോക്കാൻ നേരത്ത് കുറച്ച് വലിയൊരു പ്ലേറ്റ് ഇരിക്കുന്നതാണല്ലോ, അത് നമുക്ക് ചെറിയൊരു പ്ലേറ്റ് ഉണ്ട്. ഇന്നത്തെ വലിയ പ്ലേറ്റ് നെഗറ്റീവ് ആയിരിക്കും, ചെറിയ പ്ലേറ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് LED നെഗറ്റീവും പോസിറ്റീവും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. LED നെഗറ്റീവ് സൈഡ് നമുക്ക് BC 547 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് LED പോസിറ്റീവ് സൈഡ് 557 ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിനകത്ത് ബാറ്ററിയോടെ കണക്ട് ചെയ്യാം. ഇതൊരു 3 വോൾട്ടിൻ്റെ സർക്യൂട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ 3 വോൾട്ടിൻ്റെ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നെഗറ്റീവിലേക്ക് നമുക്ക് LED നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ വളരെ എനിക്ക് പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. കൂടാതെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ LED ലൈറ്റ് കത്തുന്ന സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു കപ്പാസിറ്റൻസ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ സ്പീഡ് കുറഞ്ഞും കൂടിയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടില്ല. ഞാൻ ഇതുകൊണ്ട് പല വീഡിയോസും അല്ലെങ്കിൽ പല ബുക്കും റെഫർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മൊഡ്യൂളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർമ്മയൊക്കെ. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഈ മൊഡ്യൂൾ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.